താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നമുക്കൊരുപാട് നല്ല സിനിമകൾ തന്ന നടൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ഹരിശ്രീ അശോകൻ ആദ്യമായി സംവിധാനത്തിൽ ഹരിശ്രീ കുറിക്കുന്നു. തൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറിയെക്കുറിച്ച് വിശേഷം പങ്കിടുകയാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. അശോകൻ ചേട്ടാ, സ്വാഗതം. ഒരുപാട് ദൂരെയാണ്. ഞാൻ ആ പേര് കേട്ടപ്പോൾ പേരെന്നെ ഒന്ന് ചിന്തിപ്പിച്ചു. ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്താണ് ആ പേര്? ഓക്കെ, എന്താണ് ആൻ ഇന്റർനാഷണൽ ലോക്കൽ സ്റ്റോറി? ഒന്നുമില്ല, അത് ഇന്റർനാഷണൽ തുടങ്ങുന്ന ഒരു സംഭവം നേരെ ലോക്കലിലൊന്നും അവസരം നാട്ടിൽ അങ്ങനെ ഒരു ചെറിയ ബന്ധമുണ്ട് സബ് ടൈറ്റിൽ. ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കഥയാണ് എന്ന് കേട്ടു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് ചേക്കേറിയ എല്ലാ കലാകാരന്മാർക്കും ആഴത്തിലുള്ള സൗഹൃദം എന്നും സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെ ആ സൗഹൃദത്തെക്കുറിച്ചുള്ള അശോകൻ ചേട്ടൻ്റെ ആ ഒരു ഓർമ്മ എന്താണ്? അല്ല, സൗഹൃദം എപ്പോഴും വേണം. കാരണം വെച്ചാൽ നമുക്കുള്ള ഒരു എന്താ പറയുക, എപ്പോഴും ഓർക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിൽ ഓർക്കാനായിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ വീട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഏറ്റവും വീട്ടിനേക്കാളും കൂടുതൽ ഉണ്ടാകും. അങ്ങനെ വളരെയധികം സൂക്ഷിക്കുന്ന ഒരാൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ. അത് തന്നെയാണ് എൻ്റെ ഈ സിനിമയിൽ ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലും ഞാൻ ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഉള്ളൊരു എലിമെൻ്റാണ്. ഒരു സുഹൃത്ത് ബന്ധം, ഫ്രണ്ട്ഷിപ്പ്, അതിനാണ് മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇത് ഫാമിലി ഓറിയൻറ്റ് തന്നെയാണ്. കാരണം എല്ലാ അമ്മമാർക്കും പണ്ട് തുടങ്ങി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ശരിക്ക് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആൺകുട്ടികളോടാണെന്ന്. പക്ഷേ പെൺകുട്ടികളോട് ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്, ആൺകുട്ടികളോടാണ് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതൊരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അംഗീകരിക്കില്ല. അങ്ങനെയൊന്നുമില്ല, അമ്മമാർക്ക് പറയാറുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരുപാട് എക്സാമ്പിൾ എനിക്കുണ്ട് എന്നെ കുറിച്ചിട്ടല്ല, അല്ലാതെ തന്നെയും. ഇപ്പോൾ എത്രയോ ഞാൻ വലിയൊരു ഏരിയയിലാണ് താമസിക്കുന്നത്. അവിടെ കുറേ സുഹൃത്തുക്കൾ, ക്രിസ്ത്യൻസാണ് അവരൊക്കെ എത്രയോ കുഴപ്പക്കാരുള്ള ഒരുപാട് കൂട്ടുകാർ എൻ്റെ കൂട്ടുകാരാണ്, ഒരുപാട് ഫ്രണ്ട്സ്. അവരൊക്കെ എത്ര പാതിരാത്രി ആയാലും വീട് ചെന്നാലും നല്ല വഴക്കും ബഹളവും അടിയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ എപ്പോഴാണെങ്കിലും ഞങ്ങളൊക്കെ വഴിയിലിരിക്കുന്ന സമയത്താണെങ്കിലും അച്ഛന്മാരന്വേഷിച്ച് ഞാൻ കണ്ടിട്ടില്ല. എടാ എൻ്റെ മോനെ കണ്ട എന്ന് ചോദിച്ച അമ്മ, എന്താ കാര്യം, ഒന്നുമില്ല, വെറുതെ കണ്ടില്ല എന്ന്. ആ ഒരു സ്നേഹം അന്ന് ചെറുപ്പകാലം തുടങ്ങിയിട്ട് എനിക്കറിയാവുന്നൊരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അമ്മയുടെ മനസ്സിൽ ഒരു മകൻ വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, അവൻ ജോലിക്കാരനാക്കി, അവൻ ആരായി തീരണം, എങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് പോകണം എന്നൊക്കെ അമ്മയുടെ മനസ്സിലുണ്ടാവും, എല്ലാ മക്കളെക്കുറിച്ചും ഉണ്ടാവും. അങ്ങനെ ആറ്റുനോറ്റ് വളർത്തിയെടുക്കുന്ന ഒരുത്തൻ, അവൻ്റെ കുറേ കൂട്ടുകെട്ട്, അവരൊക്കെ കൂടി പറയുന്നൊരു കഥയാണിത്. അപ്പോൾ ഇതിൽ ഫാമിലി ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഈ കൂട്ടുകാരനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഉത്തമം. എല്ലാവരും ബേസ് അതാണ് തന്നെ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫ്രണ്ട് എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. ലൊക്കേഷൻ എറണാകുളത്ത് തന്നെയായിരുന്നു. എറണാകുളത്താണ് കൂടുതലും. ഈ കൂട്ടുകെട്ടിൽ 5 പേരടങ്ങുന്ന ആ 5 പേരെ ധർമ്മജനടക്കം കാസ്റ്റിങ്ങിന് ബുദ്ധിമുട്ടിയോ? ഇല്ലില്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ ഒരിക്കലും ഒരു ഹീറോ ഓറിയൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല ഇത്. ഇതൊരു ഹീറോ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിലൊരു ഹീറോ എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അതിന് 5 പേരുണ്ട് അതിൽ. ഒന്ന് ധർമ്മജനുണ്ട്, ബിജുക്കുട്ടനുണ്ട്, അശ്വിനുണ്ട്, ക്യൂണിൽ അഭിനയിച്ച അശ്വിൻ, ദീപക്, പിന്നെ രാഹുൽ മാധവ്. ഇങ്ങനെ 5 പേരാണ്. ഈ 5 പേരുമാണ് ഇതിൻ്റെ അകത്ത് ഹീറോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ചാൽ, ഒരു കൂട്ടുകാരനൊരു അപകടം പിണഞ്ഞപ്പോൾ ആ നാട് പോലും അറിയാതെ അവൻ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് കഥ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബലം കാണിക്കുന്നത്. പക്ഷെ മറുവശത്ത് ഈ വിദേശത്തു നിന്ന് വന്നൊരു ഫാമിലി, അവരൊരു കഥ പാരലായിട്ട് പോകുന്നുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ അമ്മമാരുണ്ട്. ഇവരൊക്കെ കൂടി ഇത് നമ്മൾ മിങ്കിൾ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയാണ് സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്തത്. അപ്പം ഇതെല്ലാം എങ്ങനെയാണെങ്കിലും എന്ത് ഇതുണ്ടെങ്കിലും ശരിയാണ്, തുടക്കം മുതൽ അവസാനം വരെ, ക്ലൈമാക്സ് പടം തീരുന്നവരെ ഹ്യൂമറിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഹ്യൂമറല്ല, ഒരു മിമിക്രി തമാശയോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന തമാശകൾ പറഞ്ഞു പോയിരിക്കും. പക്ഷേ സിറ്റുവേഷനിൽ ഒരുപാട് സിറ്റുവേഷനുണ്ട്, എല്ലാം തമാശയിലൂടെ പറയാൻ പറ്റിയ സിറ്റുവേഷനായിട്ടാണ് നമുക്കത് കിട്ടിയത്. അത് നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം അഭിനയിച്ചു, ആ ഒരു
നമുക്കെല്ലാവർക്കും ചിരപരിചിതനാണ്. അതിൽ നിന്നും ഇത്രയും ഒരു ഭാരിച്ച ഉത്തരവാദിത്വത്തിലേക്ക്, സംവിധാനത്തിലേക്ക് കടന്നപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു അശ്വൻ ചേട്ടാ? ടെൻഷൻ എല്ലാത്തിനും ഉണ്ട്. ഇപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ നമുക്ക് അതിൻ്റെതായ ടെൻഷനും കാര്യങ്ങൾ വരും. നമ്മൾ പഠിക്കുമ്പോൾ ടെൻഷനുണ്ട്, നമ്മൾ ജോലിക്കാരനാകുമ്പോൾ ടെൻഷനുണ്ട്, കല്യാണം കഴിക്കുമ്പോൾ ടെൻഷൻ, എല്ലാം ടെൻഷനാണ്. നമുക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും കൂടി വരും. നമ്മൾ വലുതാകുന്നതനുസരിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി വരും. അപ്പോൾ അത് മനുഷ്യന് നമുക്ക് ശീലമാണത്. അതിന് ഇപ്പോൾ ഞാൻ അഭിനയിച്ചു, എനിക്കൊരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ 8-9 വർഷം മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ്. ആ കാലഘട്ടം തുടങ്ങി ഞാൻ സിനിമ എങ്ങനെയാണ്, ഏതെല്ലാം തരങ്ങൾ, എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ടത് എന്ന് ഞാൻ വശത്താക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ഓരോ സമയം കിട്ടുമ്പോഴും നമ്മളത് ഒരു 9 വർഷം മുമ്പ് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പേടി കൊണ്ട് ഞാൻ മാറിയുന്നതാണ്. പിന്നീട് എനിക്ക് സബ്ജക്റ്റുകൾ അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നൊരു സമയത്ത് സിദ്ദിഖ് ലാലൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞു, നീ ഒരു തമാശക്കാരനായിട്ടാണ് നിന്നെ അറിയുന്നത്, അപ്പോൾ നീ എപ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു തമാശ സിനിമ ചെയ്യുന്നത് നല്ലത്. അങ്ങനെ പിന്നീട് മാറിയിട്ട് ഞാനൊരു തമാശ സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. തമാശ സബ്ജക്റ്റ് അല്ലാതെ അതിൽ തമാശയ്ക്ക് ഇടമുണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. അപ്പോൾ ഇത് തമാശയിലൂടെ പറയാൻ പറ്റിയൊരു സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിട്ടിയത് ഈ അടുത്ത കാലത്ത് 2 വർഷം മുമ്പാണ്. അങ്ങനെയാണ് ആ തമാശ അതിലേക്ക്. അപ്പോൾ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അപ്പം തുടങ്ങി നമുക്ക് സബ്ജക്റ്റ് കണ്ടെത്തി തുടങ്ങി നമ്മൾ തിയേറ്ററിൽ വരുന്നവരെ ഈ ഒരു ഡയറക്ടർ എന്ന് പറയുന്നവർക്ക് ഭയങ്കര ഉത്തരവാദിത്തമാണ്. നടനെന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്നു, ഡബ് ചെയ്യുന്നു, പോകുന്നു, അതിനേക്കാൾ ഇരട്ടിയാണ്. പക്ഷേ അതിൻ്റെ ഒരു സുഖമുണ്ട്, അതിൻ്റെ അകത്ത് നമുക്കൊരു സുഖമുണ്ട്, ഒരു ഉത്തരവാദിത്വമുള്ള ഒരു അതിൻ്റെ ഒരു സംതൃപ്തി, ആ ബുദ്ധിമുട്ടിൻ്റെ ഒരു സുഖമുണ്ട്. നേരത്തെ പറഞ്ഞു സൗഹൃദ ബന്ധം, സുഹൃത്ത് ബന്ധം, ആഴത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധമാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നതെന്ന്. ഈ ഓൺ സ്ക്രീൻ ഇത്രയും സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ, വിശാലമായിട്ട് പറയുമ്പോൾ, ഓഫ് സ്ക്രീൻ പറയുകയാണെങ്കിൽ ശരിക്കുമുള്ള യാഥാർത്ഥ്യത്തിലുള്ള ഒരു സൗഹൃദ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഓർമ്മ? കൂട്ടുകെട്ട് ഈ പറഞ്ഞില്ലേ, ഡിപ്ലോമാറ്റിക് ആവരുത്. ഇല്ല, കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറേ സുഹൃത്തുക്കളുണ്ട്, ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇവരൊന്നും ഞാനിങ്ങനെ നമ്മൾ മാറ്റി നിർത്താറില്ല. നമുക്ക് ആവശ്യം എന്ന് തോന്നുന്നവരെ നമ്മളെല്ലാവരും സ്നേഹിക്കുക എന്നുള്ള ആ സ്വഭാവം എനിക്കില്ല. ഞാൻ എല്ലാവരും സ്നേഹിക്കും, എല്ലാവരുമായിട്ട് ഇടപഴകാറുണ്ട്. അപ്പോൾ എല്ലാ ടൈപ്പ് ആൾക്കാരും എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ എല്ലാ ടൈപ്പ് സുഹൃത്തുക്കളും എനിക്ക് എൻ്റെ കൂടെ ഉണ്ട്. എനിക്ക് അവനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ എൻ്റെ അനുഭവങ്ങളെല്ലാം ഡിഫറൻ്റാണ്. അതിങ്ങനെ പറയാൻ നിന്നിട്ട് ഇന്ന് തീരുമൊന്നുമില്ല. ഞാൻ ജനിച്ചത് തന്നെ ഒരു ചേരിക്കടുത്താണ്. അവിടെ തുടങ്ങി ശരിക്കും അവിടെ തന്നെ കുരുത്തക്കേട്ടിലാണ് ഞാൻ തുടങ്ങണത്. ഭയങ്കര കുരുത്തക്കെട്ടവനായിരുന്നു ഞാൻ. എന്താ പറയുക, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ചീത്ത ഭാഷയാണെന്ന് എനിക്ക് ററാമ്പറപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ സിനിമയിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി നന്നായെന്ന് പറയാം. പൂർണ്ണമായിട്ടും നന്നായെന്ന് എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ച അങ്ങനത്തെ കുറേ കൂട്ടുകാരുടെ കുറേ കൂട്ടുകെട്ടും അവരുടെ സ്വഭാവങ്ങളും അവരുടെ ക്യാരക്ടറൈസേഷനും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അതൊക്കെ എൻ്റെ ഈ സിനിമയിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ അന്ന് അടുത്തതും അവരെ പരിചയപ്പെട്ടതൊക്കെ എനിക്ക് ഇപ്പോഴൊക്കെ ഉണ്ട്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തറവാടിൻ്റെ അടുത്ത് ഒരു പറമ്പുണ്ട്. ആ പറമ്പിലുള്ള പല ക്യാരക്ടേഴ്സ്, പല കൂട്ടുകാരുടെ പേര് ഈ പടത്തിലുണ്ട്. കുഞ്ഞാറോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പഴയ വളരെ പ്രസിദ്ധനായിട്ടുള്ളൊരു നടൻ ട്രൂപ്പൊക്കെ കൊച്ചിൻ നാടകവേദിയിലെ കൂലഞ്ചേട്ടൻ്റെ അനിയൻ്റെ പേരാണ് കുഞ്ഞാറോ. അതാണ് നമ്മളിതിൽ ധർമ്മജൻ ഇട്ടേണ പേര്. അങ്ങനെ കുറേ ആൾക്കാരെ കേട്ട് വന്ന. അതെ. അപ്പം അങ്ങനെയുള്ള കുറേ സ്വഭാവങ്ങളും ഇതിൽ നമ്മുടെ നടന്മാർക്ക് നമ്മൾ ക്യാരക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾക്ക് കിട്ടിയേക്കുന്നതാണ്, നമുക്ക് നമ്മുടെ കൂട്ടുകെട്ടിൽ നിന്ന് കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരും പല ടൈപ്പാണ്. എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കണം. എല്ലാവരും ഞാൻ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ നല്ലതും ചീത്ത ഏതാണെന്നുള്ളത് നമ്മുടെ മനസ്സിലറിയാം. അവൻ ചെയ്യുന്ന തെറ്റാണ് പറയാറുണ്ട്, തെറ്റ് ചെയ്താൽ അനുസരിക്കട്ടെ. അത് നന്നാക്കുക എന്നുള്ള എൻ്റെ ഉദ്ദേശമൊന്നുമില്ല. നന്നാനുള്ള പ്രായമൊക്കെ ആയി മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ ടൈപ്പും ഉണ്ടെന്ന് ഞാൻ പറയുന്നത്, എല്ലാ ക്യാരക്ടേഴ്സും. നേരത്തെ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പാണ് ഇതിൽ ഹീറോ എന്ന്. ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ വന്നപ്പോൾ ഇതിൽ ഇന്ന ആളെ ഹീറോ ആക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചോ, അതോ എങ്ങനെയായിരുന്നു ഈ 5 പേരെ തിരഞ്ഞെടുത്തത്? അല്ല, ഇതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഫ്രണ്ട്ഷിപ്പ്. അതാ ഞാൻ ഹീറോ ഇല്ല. ഹീറോ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ എനിക്കൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യായിരുന്നു. ഭയങ്കര ഈസിയാണ്. ഈ 5 പേരെ വെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എല്ലാവർക്കും ഈക്വലൈസ് ചെയ്യണം. പക്ഷേ അതിനെന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഈ 5 പേർക്ക് 5 സ്വഭാവങ്ങൾ കൊടുത്തു. സ്വഭാവം മീൻ, ഒരാൾ ഡോക്ടറാണ്. ഇതിൽ ഈ ചേരിയിലെ കൂട്ടുകെട്ടിൽ ഒരാൾ ഡോക്ടറാണ്, ഒരാൾക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് കടയുണ്ട്, അതിൽ 2-3 വർക്കേഴ്സാണ്. അതിൽ തന്നെ ഒരുത്തൻ മറ്റേ കമ്പ്യൂട്ടർ മെക്കാനിക്കിന് പോകുന്ന ഒരുത്തനുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ലൈഫ് എങ്ങനെ തിരിയുന്നു, അവരൊക്കെ ആ സ്വഭാവം, അവർക്ക് അതിൻ്റെ ജോലികളും നമ്മൾ പോസ്റ്റ് ചെയ്തു.
അപ്പോൾ ഇവർക്കൊക്കെ ഒരു ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റി അവർക്ക്. അങ്ങനെയുള്ള 5 പേര്. അപ്പോൾ ഈ ഡോക്ടറാകുന്നവൻ്റെ വീട് അറിയാമല്ലോ എങ്ങനെ ഇരിക്കും, അവരുടെ ഫാമിലി എന്തായിരിക്കും. അവനിവിടെ വന്ന് കൂടുന്നതിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരും വീട്ടുകാർ പോലും അറിയാതെ ഇവരെല്ലാവരും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം. അതാണ് ഇതിൻ്റെ അകത്തുള്ള. അപ്പോൾ ഈ 5 പേരും ഒരാൾക്ക് പകരമുള്ളതാണ്. ഒരു ഹീറോയിന് പകരം 5 പേരെ വെച്ചിട്ടാണ് ഹീറോയിസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാലത്തിനകത്ത് സിനിമ മാറുന്നു, പ്രേക്ഷകരുടെ സ്വഭാവം മാറുന്നു, ആസ്വാദന ശീലം മാറുന്നു, ആസ്വാദക രീതി മാറുന്നു. അതേപോലെ തന്നെ സിനിമയിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം മ്യൂസിക് നേരത്തെ എന്താ പറയണ്ടത്, ഇപ്പോൾ ഒരു നായകന്മാരാണെങ്കിൽ 2 or 3 നായികമാർ, അതേപോലെ തന്നെ മ്യൂസിക് ഡയറക്ടേഴ്സും. ഇപ്പം മ്യൂസിക് കമ്പോസേഴ്സ് ഒരു സിനിമയിൽ ചിലപ്പോൾ 1, 2 ഒക്കെ ഉണ്ട്. ഇതിൽ 3 പേരാണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം? അത് ഇതിൻ്റെ അകത്തൊരു ലവ് സോങ്, ഗോപിസുന്ദറാണ് ഇതിൻ്റെ അകത്തൊരു ലവ് സോങ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹം എനിക്ക് ഈ ലവ് സോങ് ചെയ്യുന്നില്ല, പല പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഹിറ്റാണെങ്കിലും അത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു ലവ് സോങ് ഗോപിസുന്ദറെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. നാദിർഷയുണ്ട്. നാദിർഷ ഒരു അടിപൊളി പാട്ടാണ്, അതിൻ്റെ രാജാവാണ്. ഒരു ഫെസ്റ്റിവൽ സോങ് നാദിർഷയാണ്. പിന്നെ ഗോപിസുന്ദരൻ എൻ്റെ റീ റെക്കോർഡിങ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെയ്തിരിക്കുന്ന ഒരു പാട്ട്, ഒരു ഗ്രോത്ത് സോങ് ഉണ്ട്, എൻ്റെ ടൈറ്റിൽ സോങ് അരുൺ രാജ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പ്രൊമോഷൻ സോങ് ഉണ്ട്, അതും അരുൺ രാജാണ്. അത് പാടിയിരിക്കുന്നത് എൻ്റെ മകനാണ്, അർജുനാണ് പാടിയിരിക്കുന്നത്. അങ്ങനെ 4 സോങ്ങാണ് ചെയ്തിട്ടുണ്ട്. 3 ഡയറക്ടേഴ്സാണ് മ്യൂസിക്. കഥ തിരക്കഥ അതേപോലെ തന്നെ 3 പേരാണ്. അത് ഒന്ന് രഞ്ജിത്ത്, ഉണ്ണി, പിന്നെ ഒരു യബൻ, അങ്ങനെ 3 പേരാണ്. ആ കഥ തിരക്കഥ അവരാണ്. പിന്നെ ഡയലോഗ്സ് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അവർ കിട്ടുന്ന തന്നെ എഴുതിയത്. ഈ കഥയിൽ നിന്നും തിരക്കഥയിലേക്ക് മാറിയപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഇംപ്രവൈസേഷൻ എന്ന് പറയുന്ന ഒരു ഇത് വരും. എത്രത്തോളം അങ്ങനെ ഇംപ്രവൈസ് ചെയ്തു? കുറേ ഇതുണ്ട്, കുറേ ചെയ്തു എന്ന് പറഞ്ഞാൽ കഥയുടെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ അതങ്ങനെയാണ് എല്ലാ സിനിമക്കും അങ്ങനെ പൊളിച്ച് മാറ്റി നമ്മളിതിനൊരു ഒരു ഒരു റൂട്ടില്ലെങ്കിൽ വലിയ പിടി. അപ്പോൾ റൂട്ടുണ്ട്, റൂട്ടിൽ അവിടെ ഇവിടെയൊക്കെ തടസ്സങ്ങൾ വന്നപ്പോൾ നമ്മൾ ആ റൂട്ട് ശരിക്കും പൊളിച്ച് തന്നെ എഴുതിയത്. അതിന് ഭയങ്കര കണക്ഷൻ കൊടുക്കും. നമ്മളൊരു തമാശ പറയുമ്പോൾ തമാശ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവിടെ ഒരു പോസ്റ്റ് ചെയ്ത തമാശ പോലെ ആവരുത്, ഒഴുകണം. അത് ഈ ക്യാരക്ടേഴ്സിൽ അല്ലെങ്കിൽ സംഭവമായിട്ട് ഇങ്ങനെ ഒഴുകി പോകണം. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയതിൽ. ഒരിക്കലും അവിടെ ഒരു ബ്രേക്ക് ആവുന്നില്ല. ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന തമാശകൾ, അതങ്ങനെ സീൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് തമാശകൾ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാ സീനും കണക്റ്റഡ് ആണ്. അതിന് നമ്മൾ ശരിക്കും പണിയെടുത്തു എല്ലാവരും. ഇപ്പം നേരത്തെ പറഞ്ഞു അതിലൊരു കൺസ്ട്രക്ഷൻ, അത് അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ വരണമെന്ന്. അങ്ങനെ ഓർക്കുന്ന ഇപ്പം നമ്മൾ അത്ര എഴുതുമ്പോൾ ഒരു ആശയപ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞു വരും ചിലപ്പോൾ. അയ്യോ ഇതിനി ഇവിടെ ഇടിച്ചു നിൽക്കുകയാണ്, ഇനി നമ്മൾ അടുത്തെങ്ങോട്ടും, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടില്ലേ? അല്ല, അങ്ങനെ പറയാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ നമ്മളൊരു നമ്മളൊരു കഥ ഉണ്ടാക്കുന്നു. ആ കഥ കൊള്ളാം, ഈ കഥയിൽ നമ്മൾ ഒരു റൂട്ട് എടുത്ത് പിടിച്ച് എവിടെയെങ്കിലും ബ്ലോക്കായി നിന്നാൽ നമ്മൾ അപ്പം തന്നെ അതിനപ്പുറത്തൊക്കെ വേറെ ചിന്തിക്കും, വേറെ റൂട്ട്. ആ റൂട്ടെല്ലാം അവിടെ വെച്ചിട്ട് മാറ്റി ചിന്തിക്കും. ഇത് അതിൻ്റെ പുറകെ നിന്നാൽ ചിലപ്പോൾ 50 ദിവസം അതിൻ്റെ പുറകിലേക്ക് വരും, ചിലപ്പോൾ 3 മാസം അവിടെ വരും. അത് വെച്ച് നമ്മൾ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റിങ്ങനെ പോകുമ്പോൾ അവൻ്റെ കാര്യം നോക്കി പോകുമ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് കണക്ഷൻ കിട്ടും. അങ്ങനെ ശരിക്ക് കുറേ സമയം എടുത്ത് തന്നെ ചെയ്തേക്കണം. നമ്മൾ അവിടെ തന്നെ പിടിച്ച് നമ്മൾ ഹെൽഡപ്പ് ആവരുത്. അങ്ങനെ ശരിക്കും പണിയെടുത്തിട്ടുണ്ട് ഇതിൽ.